നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ അല്ലേ. പക്ഷേ നമ്മൾ സാധാരണ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങി വരാറാണ് പതിവല്ലേ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കൊടൈക്കനാലിൻ്റെ ഉള്ളിലോട്ട് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ പൂമ്പാറൈ, കൂക്കൽ, മന്നവന്നൂർ, പൂണ്ടി പോലുള്ള ഒരുപാട് മനോഹരമായ കുഞ്ഞു ഗ്രാമങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഒരുപാട് മനോഹരമായ കാഴ്ചകളും പൈൻ ഫോറസ്റ്റും എല്ലാം കൊണ്ട് നല്ലൊരു ഡ്രൈവ് തരുന്നൊരു റൂട്ട് തന്നെയാണിത്. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായൊരു കാഴ്ചയാണിത്. രാവിലെ ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ആ കാഴ്ചകളെല്ലാം കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പളനിമല വ്യൂ പോയിൻ്റ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയുടെ ഒരു എക്സ്ട്രീം വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൗഡ് ബെഡിൻ്റെ ഒരു അടിപൊളി വ്യൂ. പളനിമല വ്യൂ പോയിന്റും കണ്ട് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് പൂമ്പാറ വില്ലേജിലേക്കാണ്. ആ വില്ലേജിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് റോഡിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് കുഞ്ഞു വീടുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മേഘങ്ങളും കാണാൻ തന്നെ ഒരു അടിപൊളി ഫ്രെയിമല്ലേ. നമുക്കിനി ആ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെയും അവരുടെ ജീവിതവും കച്ചവടങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. പൂമ്പാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലൊരു ജംഗ്ഷൻ കാണാം. ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പൂണ്ടി, മന്നവന്നൂർ അങ്ങോട്ടേക്കൊക്കെ പോവാം. നമുക്ക് ആദ്യം റൈറ്റിലേക്ക് പോയി കൂക്കാൽ വില്ലേജ് വിസിറ്റ് ചെയ്തിട്ട് വരാം. കൂക്കാലിലേക്കുള്ള റൂട്ട് കുറച്ചുകൂടി ഇടുങ്ങിയതാണ്, പക്ഷേ അതുപോലെ തന്നെ മനോഹരവും. ഇതിലൂടെയുള്ള ഈ ഒരു ഡ്രൈവ് തന്നെയാണ് ഈ റൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റ്. കൂക്കാലിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട മറ്റൊരു മനോഹരമായൊരു കാഴ്ചയാണിത്. ചുറ്റും പച്ചപ്പ് വിരിച്ച ഒരു അടിപൊളി സ്ഥലം. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് കൂക്കാൽ ലേക്ക് എത്താം. കൂക്കാൽ ലേക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് കൂക്കാൽ വില്ലേജ് ഉള്ളത്. ഈ കൂക്കാലിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മഡ് ഹൗസ് എല്ലാമുള്ള ഒരു വ്യൂ പോയിൻ്റ്. നമുക്ക് ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് വരാം. കൂക്കാൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. അവിടെ ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. കുറച്ച് നടന്നു ചെല്ലുമ്പോൾ ഇതുപോലെയൊരു സ്ഥലം കാണാം. അവിടെ ഇപ്പോൾ ഒരു 50 രൂപ എൻട്രി ഫീസ് അവർ വാങ്ങാറുണ്ട്. എൻട്രി ടിക്കറ്റും എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു മഡ് ഹൗസ് കാണാം. അവിടെ നമുക്കൊരു അടിപൊളി വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ കൂക്കാലിൽ നിന്ന് നമ്മൾ നേടി വന്നത് മന്നവന്നൂർ ലേക്കിലേക്കാണ്. മന്നവന്നൂർ ഷീപ്പ് ഫാം കഴിഞ്ഞിട്ടാണ് മന്നവന്നൂർ ലേക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ ലേക്ക് വിസിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. കാരണം സമയം ഇപ്പോൾ ഏകദേശം 3 മണി ആവാറായതേ ഉള്ളൂ. ഏകദേശം 4 മണി അടുപ്പിച്ച് അവിടെ ചെന്നാൽ ചെമ്പരിയാടുകളെ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ലേക്കിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ. ഈ ലേക്കിൽ ബോട്ടിങ്ങും അതിൻ്റെ അടുത്തായിട്ട് ഹോഴ്സ് റൈഡിങ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അങ്ങ് ദൂരെയായിട്ട് ചെമ്മരിയാടുകൾ മേയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഷീപ്പ് ഫാമിൽ പോയി അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. 20 രൂപയാണ് ഷീപ്പ് ഫാമിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും നല്ല പച്ചപ്പ് പിടിച്ച അടിപൊളി വിഷ്വൽസാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കിയാൽ ലേക്കിൻ്റെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലും ഹോഴ്സ് റൈഡിങ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്കായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വൈകിട്ട് ഏകദേശം ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോൾ എത്താൻ ശ്രമിക്കുക. ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ചെമ്മരിയാടുകളെ കൂട്ടിൽ കയറ്റുന്നതും അവയെ വളരെ അടുത്ത് നമ്മൾ കാണാൻ സാധിക്കും. അല്ലാത്ത സമയങ്ങളിലെല്ലാം ചെമ്മരിയാടുകളൊക്കെ നല്ല ദൂരെയായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് വന്നു തുടങ്ങി. നമുക്കിനി അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് ഷെഡുകളിലേക്ക് കയറ്റുവാണ്. നമുക്കതിൻ്റെ പുറകെ പോയി ആ കാഴ്ചകളൊക്കെ പറ്റുന്ന രീതിയിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കാം. ഈ കാണുന്നതൊക്കെ ചെമ്മരിയാടുകളുടെ ഷെഡുകളാണ്. അങ്ങനെ നെക്സ്റ്റ് ബാച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഓരോ ബാച്ചുകളും കാണാൻ പല രീതിയിലാണ്. ചിലപ്പോൾ അതിൻ്റെ പ്രായവും സ്കിൻ എടുക്കുന്നതും എല്ലാം അനുസരിച്ചായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇത്രയും അടുത്ത് ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 4 മണി റേഞ്ചിൽ ഇവിടെ എത്താൻ ശ്രമിക്കുക. ഇവിടെ തന്നെ ഒരു കുഞ്ഞ് റാബിറ്റ് ഷെഡും ഉണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം.
മന്നവന്നൂർ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന അടുത്ത ഗ്രാമം കാവുഞ്ചിയാണ്. കാവുഞ്ചി കഴിഞ്ഞാണ് പൂണ്ടി വില്ലേജ്. തട്ടുതട്ടായി കൃഷിയിടങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളുള്ളത് കൊടൈക്കനാലിലെ അവസാന വില്ലേജായ ക്ലാവരയിലാണ്. ஊருக்குள்ளே 1/2 கிலோமீட்டர் போகும். இல்லை லாஸ்ட் கேரளா பார்டர் ஒட்டி இல்லை தமிழ்நாட்டு பார்டர் இல்லை. ക്ലാവര കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞാൽ മൂന്നാറിലെ വട്ടവടയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം 250 കിലോമീറ്റർ കറങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങനെ അവിടെ നിന്നൊരു ചായയും കുടിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കൊടൈക്കനാലിലെ മെയിൻ സ്പോട്ടുകളെല്ലാം കവർ ചെയ്യാം. എല്ലാവരും അത് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.